ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്നൊരു കേക്ക് തയ്യാറാക്കുന്ന വിധം കണ്ടു നോക്കാം. ഇന്നത്തെ കേക്ക് ഒരു പ്ലം കേക്കാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലം കേക്കിന് ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സുകളാണ്. അതിൽ ഈത്തപ്പഴമുണ്ട്, മുന്തിരിങ്ങ, പിന്നെ പപ്പായ, വാട്ടർമെലൺ, പിന്നെ ഓറഞ്ച് എന്നിവയൊക്കെയാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിലുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടി, വാൾനട്ട് എന്നിവയൊക്കെ എടുക്കാം. ഇവിടെ ഞാൻ ഇത് സോക്ക് ചെയ്യുന്നത് ഓറഞ്ച് ജ്യൂസിലാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഓറഞ്ചിനെ ഞാൻ ഹാഫായി കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബൗളിലേക്ക് പിഴിഞ്ഞതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അതിനെ ജ്യൂസ് അടിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യാൻ ആവശ്യത്തിന് ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ജ്യൂസിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇത് അടച്ച് വെച്ച് ഒരു 6 to 12 hours വരെ നമുക്കിത് സോക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും സോക്ക് ചെയ്യാം. കൂടുതൽ ടൈം എടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ ഇതിന് ഒരു 12 hours വരെ സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഇതൊരു അരമണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം ബാക്കി ടൈം ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി കേക്ക് ആക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ മുമ്പേ എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ കംപ്ലീറ്റ് തണുപ്പും പോയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മുടെ കേക്കിൻ്റെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. 1 കപ്പ് ഫ്ലവർ, ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ 3/4 കപ്പ് പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്യാനുള്ളതാണ്. ഇവിടെ ബ്രൗൺ ഷുഗറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ പഞ്ചസാര തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇതൊന്ന് കാരമലൈസ് ചെയ്യാൻ വെക്കാം. ഇവിടെ ഞാനൊരു പാൻ ചൂടാകാൻ വെക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ തീ ഞാൻ കുറച്ച് വെച്ചിട്ടാണുള്ളത്. ഇനി മെല്ലെ അത് മെൽറ്റാവുന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പഞ്ചസാര നല്ലപോലെ മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കളർ കണ്ടില്ലേ, നല്ല ബ്രൗൺ കളർ തന്നെയാണ്. ബ്രൗൺ ഷുഗർ എടുത്തതുകൊണ്ടാണ് ഈ കളർ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയത്. സാധാരണ വൈറ്റ് പഞ്ചസാര എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സമയം എടുക്കും ഗോൾഡൻ കളറായി വരുവാൻ. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി ഇത് നമുക്ക് വളരെ കുറച്ച് സമയം ഒന്ന് തളിച്ചതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇതിപ്പോൾ നേരത്തെ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ആകെ എല്ലാം സ്റ്റിക്ക് ആയി പോയിന്. അതൊക്കെ എല്ലാം നല്ല അലിഞ്ഞ് വീണ്ടും നല്ല ഒരു പാകത്തിനായിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കളർ കണ്ടില്ലേ. ഇനി നമ്മൾക്കിതൊന്ന് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോകുകയാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തണിയുമ്പോഴേക്കും നമ്മൾക്ക് കേക്കിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇവിടെ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾക്കിതൊരു ബൗളിലേക്ക് ഇടാം. അതിനു മുമ്പേ ആദ്യം നമ്മൾക്കിതൊന്ന് അരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഈ പൊടിയുടെ കൂടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് അരിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ പൊടി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു 1/4 കപ്പ് പഞ്ചസാര ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇവിടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ 3 പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് കാർഡമം പൗഡർ, സിനമൺ പൗഡർ, നട്ട്മഗ് പൗഡറാണ്. അതായത് ഏലക്കായ പൊടിച്ചത്, ജാതിക്ക പൊടിച്ചത്, പിന്നെ കറുവപ്പട്ട പൊടിച്ചത്. അപ്പോൾ ഈ 3 പൊടികളും നമുക്ക് പഞ്ചസാര പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ടയാണ് ചേർക്കാനുള്ളത്. ഇവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ മുട്ടയുടെ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ മഞ്ഞഭാഗം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതെല്ലാം നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പൊടി ഇങ്ങോട്ട് എടുക്കാം. അതായത് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഒരു അരിപ്പ വഴി അരച്ച് വെച്ചിരുന്നു. അതാണിത്. ഇനി നമ്മൾക്കിതിലേക്ക് മിക്സിയിൽ മുട്ടയും പഞ്ചസാരയൊക്കെ ബ്ലെൻഡ് ചെയ്തെടുത്തില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ ബ്രൗൺ ഷുഗർ കാരമലൈസ് ചെയ്തെടുത്തല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഈ ഒരു പാകത്തിനാണ് ഉള്ളത്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കേക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഈ കേക്ക് ബാറ്ററിലേക്ക് ചേർക്കുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എഗ് വൈറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബാറ്റർ റെഡി ആയിരിക്കും.
അടുത്തത് നമുക്ക് എഗ് വൈറ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് ഇത് 3 മുട്ടയുടെ വെള്ളയാണ്. ഇത് നല്ലപോലെ പതിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ എഗ് വൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കേക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനും ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമുക്കൊരു പാൻ ചൂടാകാൻ വെക്കാം. ഈ പാൻ നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. എന്നത്തെയും പോലെ തന്നെ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പുരട്ടി കൊടുത്താലും മതി. ഇതിലേക്ക് നമ്മൾക്കിനി കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇവിടെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് കഴിഞ്ഞു. ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. എന്നിട്ടിത് അടച്ച് നമ്മൾക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിന് മുകളിലേ നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ പാത്രം വെക്കുകയാണ്. ഇവിടെ നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചിരിക്കുന്ന പാത്രം അധികം ചൂടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ പാൻ ഇപ്പം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. കുറച്ചൊന്ന് നമ്മുടെ ഈ പാത്രം ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾക്ക് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അതായത് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചിരിക്കുന്ന ഈ പാത്രം തന്നെ ആദ്യം ചൂടാക്കാം. ചൂടായതിനു ശേഷം മാത്രം കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് തീ കുറച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ ചൂടായ ഒരു പാനിലേക്ക് മാറ്റി വെച്ച് വീണ്ടും തീ കുറച്ച് കുക്ക് ചെയ്താൽ, അതായത് വളരെ കുറച്ച് ടൈം നമ്മൾക്ക് ഈ കേക്ക് ആക്കിയെടുക്കാൻ വേണ്ടു. ഇതിപ്പോൾ 1 കപ്പ് ഫ്ലവറിനാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 45 മിനിറ്റ് എന്തായാലും കുക്ക് ചെയ്യാൻ സമയമെടുക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ വെച്ചിരിക്കുന്ന ഈ കേക്ക് ബാറ്റർ ഒഴിച്ചിരിക്കുന്ന ഈ പാത്രം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി തീ കുറച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് നല്ല തീ കുറച്ച് ഇതൊന്ന് കുക്ക് ചെയ്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാറ്ററിന് മുകളിലായിട്ട് കുറച്ചുകൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാണാൻ കുറച്ചുകൂടി സ്റ്റൈലായിട്ടിരിക്കും. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായെന്ന് തോന്നുന്നു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. ഞാൻ തുറക്കുവാണ്. ഇതിലേക്ക് നമുക്കൊരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കാം. ഓക്കെ, നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാറ്ററൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാങ്ങി വെക്കാം. കേക്കിൻ്റെ ഈ ബട്ടർ പേപ്പർ ഒന്ന് നീക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഇതിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാണ്ടാവും, ഒന്നും കരിഞ്ഞിട്ടോ ഒന്നുമില്ല. പിന്നെ തൊടുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കേക്കാണെന്ന് തോന്നുന്നു. ഇത് നല്ലപോലെ തണ്ണതിന് ശേഷം ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം.
ഇപ്പോഴിതാ നമ്മുടെ കേക്ക് നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യുകയാണ്. ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേക്ക് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഈ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ അണ്ടിയും പിന്നെ വാൾനട്ട് അങ്ങനെയുള്ള ഐറ്റംസ് കൂടി ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ അണ്ടിയും വാൾനട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഇടാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ മറന്നു പോകാതെ ചേർക്കുക. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും കാണാം. താങ്ക്